കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയ ആരോഗ്യ വകുപ്പ്. അതേസമയം ചികിത്സയിൽ തുടരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലാണ് കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി കൂടി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരനാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ആ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ബാധിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ആനപ്പാറപ്പൊയിലിൽ മരിച്ച കുട്ടിയുടെ സഹോദരനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മരിച്ചത് 9 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയാണ്. 4ാം ക്ലാസ്സുകാരിയാണ് മരിച്ചത്. ആ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ സഹോദരനെയാണ് പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആ കുട്ടിയുടെ ഇളയ സഹോദരനായ 7 വയസ്സുകാരനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ സ്രവ സാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്കായി പോയിട്ടേ ഉള്ളൂ. സ്രവം ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധന നടക്കേണ്ടതുണ്ട്. ആ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റു വിവരങ്ങൾ എന്ന് പറയുന്നത്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരുമ്പോഴുള്ള ജാഗ്രത തന്നെയാണെങ്കിൽ കൂടിയും അതൊന്നുകൂടി കർശനമാക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ KK രാജാറാം ഇത് സംബന്ധിച്ച നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് വായിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണം. നീന്തുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം. പരമാവധി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീന്താതിരിക്കുക, അവിടെ തൽക്കാലം കുളിക്കാതിരിക്കുക. കുളിക്കാനുള്ള വെള്ളം ഒഴുകുന്ന വെള്ളം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടതാണ്, ശുദ്ധജലമാണ് എന്നുറപ്പാക്കി ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂടി ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നീന്തുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം. അതുപോലെ വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം. പരമാവധി അത്തരം സാഹചര്യങ്ങൾ കൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ലത്. കൂടാതെ മലിനമായതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളത്തിൽ മുഖമോ വായോ കഴുകാതിരിക്കുക. അങ്ങനെ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ അത് കഴുകുന്നത് ഒഴിവാക്കുക എന്നതാണ്. പിന്നെ കിണർ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്യണം. അതുപോലെ വാട്ടർ ടാങ്കിൽ ഉൾപ്പെടെ അത് നിർദ്ദേശമായി വന്നിട്ടില്ലെങ്കിലും നമ്മളൊരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് വാട്ടർ ടാങ്കിൽ ഉൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കുക. വീടുകളിലെ വാട്ടർ ടാങ്കുകളൊക്കെ ഒന്ന് നന്നായി ശുചീകരിക്കുന്നത് നല്ലതാണ്. കൂടാതെ മറ്റൊരു നിർദ്ദേശം, നീന്തൽക്കുളങ്ങളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളയണമെന്ന് അത് നീന്തൽക്കുളങ്ങളുള്ള ആളുകളോട് നിർദ്ദേശിക്കുന്നതാണ്. സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ചു കഴുകണം. പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം. ഫിൽറ്ററുകൾ വൃത്തിയാക്കിയ ശേഷം വെള്ളം നിറച്ച് ക്ലോറിനേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ കിണറും കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരെ അനുവദിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണം തുടങ്ങിയവയാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയിരിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ നേരത്തെ താമരശ്ശേരിയിൽ മരിച്ച കുട്ടിയുടെ സഹോദരനെ രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അതീവ ഗുരുതര നിലയിൽ തന്നെ തുടരുകയാണ്. 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന് ആരോഗ്യം വീണ്ടെടുക്കാൻ ഡോക്ടർമാരെല്ലാം തന്നെ തീവ്ര പരിചരണത്തിലാണ്. മറ്റൊന്ന് 40 വയസ്സുകാരനാണ്. അദ്ദേഹവും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ രോഗം ബാധിച്ചു കഴിയുകയാണ്. ദീപ്തി. ശരി റിയാസ്, കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളുമായി ഒരു കുട്ടി കൂടി ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ 9 വയസ്സുകാരുടെ സഹോദരനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. അതുപോലെ തന്നെ ചികിത്സയിൽ തുടരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലാണ് കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.